Hi all, welcome to another class. ഇന്ന് നമുക്ക് തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിലെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ക്ലാസ് തൊട്ട് മുന്നേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. തൊട്ട് മുൻപത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് കാണുക. അതിനുശേഷം ഈ എക്സാമ്പിൾസ് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. കൺസ്ട്രക്ട് DFA that accepts all strings of A and B where strings end with B-line. അതായത് സ്ട്രിങ്ങിൽ എന്താ എ എന്ന് പറയുന്ന സിമ്പിളും ബി എന്ന് പറയുന്ന സിമ്പിളും പറ്റും. ബട്ട് എന്താ ആ സ്ട്രിങ് ബിയിലായിരിക്കണം അവസാനിക്കുന്നത്. അതാണ് ഈ ഒരു DFA നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന DFA. അപ്പം നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടാവും അവിടെ ഇൻപുട്ടിൽ വരുമ്പോൾ? അവിടെ എൻഡ് വിത്ത് ബിയിലുള്ള സ്ട്രിങ്സും വരാം, എൻഡ് വിത്ത് എയുള്ള സ്ട്രിങ്സും വരാം അല്ലേ? അപ്പം നമുക്ക് ആക്ച്വലി 2 സ്റ്റേറ്റ്സ് ആണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻഡ് വിത്ത് ബി എന്നുള്ളത് വന്നാൽ എവിടേക്ക് പോകണം, അല്ലെ എൻഡ് വിത്ത് എ എന്നുള്ളത് വന്നാൽ ഏത് സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ലാംഗ്വേജ് ഒന്ന് എഴുതി നോക്കാം. ലാംഗ്വേജ് എഴുതുമ്പോൾ ജസ്റ്റ് AB എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ എൻഡ് വിത്ത് ബി ഉള്ള സ്ട്രിങ് ആണ്, സ്റ്റാർട്ട് വിത്ത് എ ആണ്. ഇനി ABB വരാം അല്ലേ? അതേപോലെ AAB വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് AB വരാം, എൻഡ് വിത്ത് ബി അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് വരാൻ പറ്റുന്ന കുറച്ച് സ്ട്രിങ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ഒരു സ്റ്റേറ്റ് ഞാൻ കൊടുക്കുകയാണ്. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് അപ്പോൾ നമ്മളെ കണ്ടീഷൻ എന്താ? എൻഡ് വിത്ത് ബി ഉള്ള സ്ട്രിങ് ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ട ഈ ഒരു ഓട്ടോമേറ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഒരു ട്രാൻസിഷൻ കൊടുക്കുകയാണ് ബിക്ക്. എൻഡ് വിത്ത് ബി ആയതുകൊണ്ട് ബിക്ക് ട്രാൻസിഷൻ കൊടുത്തു. അത് ഞാൻ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ എൻഡിങ് വിത്ത് ബി ഉള്ളതൊക്കെ എന്താ ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ ഒരു Q0ൽ എന്താ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിമ്പിൾസ് ആണോ വരുന്നത്, അല്ലെങ്കിൽ ബിയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻപുട്ടാണോ വരിക? സ്ട്രിങ്സ് അല്ല. അപ്പോൾ ഇവിടെ ഇതൊരു എ എന്ന് പറയുന്ന സ്ട്രിങ്ങും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ് നമ്മൾ മുകളിൽ എഴുതിയത്. അപ്പോൾ എ എന്ന് പറയുന്ന സ്ട്രിങ് വന്നാൽ എന്താ അവിടെ സെൽഫ് ലൂപ്പ് കൊടുത്തു നമ്മൾ. ഓക്കെ, എന്ന് പറയുന്ന സ്ട്രിങ്ങും ആക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് എന്താ എൻഡിങ് വിത്ത് ബി ആയാൽ മതി. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്താലും Q0ൽ നിൽക്കും. ദെൻ Q0 എന്ന് ബി സ്റ്റാർട്ട് ചെയ്യുന്നത് Q1ലേക്ക് പോകും. ഇനി Q1ൽ എന്ത് വരാം? ബി വരാം അല്ലേ? അല്ലെങ്കിൽ എ വരാം. ഫസ്റ്റ് എ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? Q1ൽ എ വന്നാൽ നമുക്കിവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് എന്താ കണ്ടീഷനിൽ എന്താ പറഞ്ഞത്? എൻഡ് വിത്ത് ബി എന്ന് മാത്രമാണ്. അപ്പോൾ എൻഡ് വിത്ത് ബി ഉള്ള സ്ട്രിങ് മാത്രമേ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് എത്താൻ പാടുള്ളൂ. സോ Q1ൽ ഒരു എ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? Q0 നമ്മൾ ഓൾറെഡി Q0ൽ എന്താ സെൽഫ് ലൂപ്പായിട്ട് എ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Q1ൽ എ വന്നാലും എൻഡ് വിത്ത് എ ഉള്ള സ്ട്രിങ് അഥവാ വരുവാണെങ്കിൽ എ ഇവിടെ വന്നാൽ Q1ൽ വന്നാൽ എന്ത് ചെയ്യാം? നമ്മളത് Q0ലേക്ക് മാറ്റിക്കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് Q1ൽ എന്താ ചെയ്യാനുള്ളത്? Q1ൽ ബി വന്നാൽ എന്ത് ചെയ്യണം? Q1ൽ ബി വന്നാൽ നോ പ്രോബ്ലം, അവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാം. കാരണം എന്താ Q1ൽ ബി വന്നാൽ എൻഡ് വിത്ത് ബി ആവുമല്ലോ സ്ട്രിങ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സപ്പോസ് എ ബി എന്ന് പറഞ്ഞ സ്ട്രിങ് ഇതാ, ഈ സ്ട്രിങ് ഇതൊന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് Q0ലേക്ക് ഏത് വരും? Q0ലേക്ക് എ വന്നാൽ Q0ലേക്ക് എ വരുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? Q0ൽ തന്നെ നിൽക്കും അല്ലേ? ഇനി Q0 ബി വന്നു. ബി വന്നാൽ എങ്ങോട്ട് പോവും? ബി വന്നാൽ Q1ലേക്ക് പോയി. ബട്ട് അവിടെ സ്ട്രിങ് തീർന്നോ? ഇല്ല. അപ്പോൾ Q1 വീണ്ടും ഒരു എ വരികയാണ് അല്ലേ? Q1 എ വന്നു. എ വന്നപ്പോൾ എവിടേക്കാണ് പോകുന്നത്? Q0ലേക്ക് പോയി. ദെൻ Q0ലാണ് വീണ്ടും നമ്മുടെ സ്ട്രിങ് എത്തി നിൽക്കുന്നത്. Q0ൽ ബി വന്നപ്പോൾ എവിടേക്ക് പോയി? Q1ലേക്ക് പോയി. സോ ഫുൾ സ്ട്രിങ് കംപ്ലീറ്റ് ആയല്ലോ. അപ്പം നമ്മുടെ ഈ സ്ട്രിങ് അവിടെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇങ്ങനെയാണ് സ്ട്രിങ് വർക്ക് ചെയ്യുന്നത്. ഇനി സപ്പോസ് ഞാനൊരു സ്ട്രിങ് എഴുതാം. ഇവിടെ ABA ഈ ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിച്ചോ. ഇത് നമ്മൾ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത സ്ട്രിങ് ആണ് അല്ലേ? അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് Q0ൽ എ വന്നപ്പോൾ എവിടേക്ക് പോവും? Q0ൽ തന്നെ നിന്നു അല്ലേ? സെൽഫ് ലൂപ്പിൽ നിന്നു. ഇനി Q0ലേക്ക് ബി വന്നപ്പോൾ എവിടേക്ക് പോയി?
Q1ലേക്ക് വന്നു. പക്ഷേ അത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്, ഓക്കെ. ബട്ട് നമുക്കൊരു എയും കൂടി ഉണ്ട് ഇവിടെ കൊടുക്കാൻ Q1ൽ അല്ലേ. Q1ൽ എ വന്നപ്പോൾ എന്താ എവിടേക്കാണ് പോയത്? Q0ലേക്കല്ലേ പോയത്. അപ്പോൾ അതൊരു അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണോ? നോ. സോ ഈ സ്ട്രിങ് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അത്രയല്ലേ സ്ട്രിങ് റീഡ് ചെയ്യാനുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു DFA വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എൻഡ് വിത്ത് ബി ഉള്ള സ്ട്രിങ്സ് കൊടുത്ത് നോക്കിയാൽ ഈ DFA കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. എൻഡ് വിത്തൗട്ട് ബി ഉള്ള സ്ട്രിങ്സ് കൊടുത്താൽ ഈ ഒരു DFA ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു DFAൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. കൺസ്ട്രക്ട് എ DFA ദാറ്റ് അക്സെപ്റ്റ്സ് ഓൾ സ്ട്രിങ്സ് ഓഫ് A's ആൻഡ് B's ഇൻ വിച്ച് ദ സ്ട്രിങ്സ് ഷുഡ് ബി എൻഡ്സ് വിത്ത് AB അല്ലേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് DFA ഡിസൈൻ ചെയ്യേണ്ടത് എന്താണ്? ഏത് സ്ട്രിങ്ങും അക്സെപ്റ്റ് ചെയ്യാം, എയും ബിൻ്റെ കോമ്പിനേഷൻസ് ഉള്ള. ബട്ട് ആ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് എന്തായിരിക്കണം? AB എന്നായിരിക്കണം അല്ലേ. അതായത് നമ്മളിപ്പോൾ AB എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലാംഗ്വേജ് എഴുതുകയാണെങ്കിൽ, സപ്പോസ് L ഈക്വൽ ടു സ്ട്രിങ് എഴുതുകയാണ് നമ്മൾ ലാംഗ്വേജ് എഴുതി നോക്കുകയാണ്. അപ്പോൾ ABയിൽ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ AB വരാം അല്ലേ. അതാണ് മീൻ ചെയ്തത്. അതായത് ബീൻ്റെ ബിഫോർ മസ്റ്റ് ആയിട്ടും A വേണം, ബട്ട് എൻ്റെ ആഫ്റ്റർ B വേണം. അപ്പോൾ ABയിൽ എൻഡ് ചെയ്യണം. ദെൻ BAB വരാം അല്ലേ. ഓക്കെ. ദെൻ BA വരാം. സോറി BAB വരാം. ABയിൽ എൻഡ് ചെയ്തില്ലേ. അങ്ങനത്തെ സ്ട്രിങ്സ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? സ്ട്രിങ് എൻഡ് വിത്ത് ABയിലുള്ള സ്ട്രിങ്സും വരാം, സ്ട്രിങ്സ് എൻഡ് വിത്ത് A ഓൺലി വരാം അല്ലേ. എയിൽ എൻഡ് ചെയ്യുന്ന സ്ട്രിങ്സും വരാം ഇൻപുട്ടായിട്ട്. അതായത് ABA എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ എൻഡ് ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ബിയിൽ മാത്രമായിട്ട് എൻഡ് ചെയ്യുന്നത്, അതായത് ബിഫോർ A ഇല്ലാത്ത സ്ട്രിങ്സും വരാം. അപ്പോൾ 3 സ്റ്റേറ്റാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് അല്ലേ. 3 സ്റ്റേറ്റുകളുള്ള ഒരു DFA. അപ്പം നമുക്ക് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് അതിൽ കണ്ടീഷൻ തന്നത്. AB മാത്രം, എൻഡ് വിത്ത് AB മാത്രം. അപ്പം നമുക്ക് സപ്പോസ് 2 ട്രാൻസിഷൻസ് എന്തായാലും മസ്റ്റായിട്ട് അതിൽ കാണിക്കാനുണ്ടാവും. അതുപോലെ നമ്മൾ 2 ട്രാൻസിഷൻസ് 2 സിമ്പിൾസ് ഉള്ളത് കൊണ്ട് 2 സിമ്പിൾസ് ആയിട്ട് വരയ്ക്കുമ്പോൾ 3 സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഫൈനൽ സ്റ്റേറ്റ് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും അതിലുള്ളത്. അത്രയും തിങ്ക് ചെയ്താലും മതി. അപ്പം ഞാൻ ഫസ്റ്റ് Q0 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റാണ് എടുക്കുന്നത്. Q0യിലേക്ക് എൻഡ് വിത്ത് AB ആണല്ലോ, A കൊടുത്തു. ദെൻ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. Q1 നിന്ന് B എന്ന് പറയുന്ന സിമ്പിൾ വന്നു Q1ലേക്ക്. അപ്പോൾ B എന്ന് പറഞ്ഞ സിമ്പിൾ വരുമ്പോൾ ഞാൻ Q2ലേക്ക് പോവുകയാണ്. 3 സ്റ്റേറ്റുകൾ. ഓക്കെ. അപ്പോൾ 3 സ്റ്റേറ്റ് ഞാനിതെൻ്റെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. 3 സ്റ്റേറ്റ് വന്നു. കാരണം AB ഫൈനൽ വന്നല്ലോ. അപ്പം ഞാനിത് ഡയറക്റ്റായിട്ട് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ABയിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെൻ്റെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ Q0യിലാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഇനി Q0യിൽ എന്താ? A വന്നാൽ Q1ലേക്ക് പോകണം. ബട്ട് Q0യിൽ B എന്ന് പറഞ്ഞ ഇൻപുട്ടുള്ള സ്ട്രിങ് ആണ് ഫസ്റ്റ് വരുന്നതെങ്കിലോ, സപ്പോസ് BAAB അല്ലേ, BAB എന്ന് പറഞ്ഞ സ്ട്രിങ്ങും വരാം അല്ലേ. ഇതാ ഇവിടെ നോക്കിയേ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ B വന്നാൽ എവിടെ പോകണം? B വന്നാൽ നമുക്ക് Q0യിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അടുത്ത സ്ട്രിങ്ങിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ Q1ലും അതുപോലെ നോക്കിയേ. Q1ൽ B വന്നാൽ Q2ലേക്ക് പോകാൻ പറഞ്ഞു. ബട്ട് A വന്നാൽ എന്ത് ചെയ്യും? A വന്നാൽ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ബിക്കോസ് എന്താ, Q1ൽ A വന്ന ശേഷമാണ് B വരുന്നതെങ്കിൽ ABയിൽ എൻഡ് ആയില്ലേ. അപ്പോൾ ഇവിടെ ആ Aയും ഇവിടെ തന്നെ കൊടുക്കാം നമുക്ക് അല്ലേ. ഇനി Q2ൻ്റെ കേസിലാണെങ്കിലോ, Q2ൻ്റെ കേസിൽ Aയും വരാം Bയും വരാം അല്ലേ. അവിടെ Q2ലേക്ക് Aയിൽ ഉള്ളൊരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ വരികയാണ്. Aയിലെ സ്ട്രിങ് വന്നാൽ നമുക്ക് ഇവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് എൻഡിങ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് ആണ്, അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് അല്ലേ. അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താ നമ്മളെ കണ്ടീഷൻ പറഞ്ഞത്? എൻഡ് വിത്ത് AB. അപ്പോൾ B ലാസ്റ്റ് വരണം. അപ്പോൾ ഇവിടെ Aക്ക് സെൽഫ് ലൂപ്പ് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ A എവിടേക്ക് കൊടുത്താൽ നമുക്ക് ഈസി ആവും? Q1ലേക്ക് കൊടുത്താൽ ഈസി ആവില്ലേ. കാരണം Q1ൽ ഒരു A വന്നാൽ അതിന് ശേഷം ഒരു Bൻ്റെ ട്രാൻസിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ Q2ൽ Aനെ നമ്മൾ റിട്ടേൺ കൊടുത്തിട്ട് Q1ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ Q1ലേക്ക് കൊടുത്താൽ എന്താ, ഇവിടെ ഏത് Q2ൽ ഏത് A വന്നാലും Q1ലേക്ക് പോകും അല്ലേ. Q1ലേക്ക് പോയാൽ പിന്നെ ആഫ്റ്റർ അതിൻ്റെ ഈ ഒരു Q2ലേക്ക് B ആണ് വരുന്നത്, എന്താ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയിക്കോളും. ദെൻ ഇനി Q2ൽ ബീൻ്റെ ട്രാൻസിഷൻ വന്നാലോ സെൽഫ് ലൂപ്പ് അവിടെയും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ ഓൾറെഡി Q1 നിന്ന് Bയിലെ എൻഡിങ് വിത്ത് B നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ട്രാൻസിഷൻ തന്നെ മതി Bക്ക് വേണ്ടി. അപ്പോൾ Bനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ
Q0ലേക്ക് കൊടുക്കുകയാണ് അവിടെ. വീണ്ടും ബി വന്ന, അതായത് 2 ബി വന്നാൽ അവിടെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ വരാൻ പാടില്ല. അപ്പോൾ ആ ബീനെ നമ്മൾ Q0ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ എന്താ, അവിടെ റിജക്റ്റ് ആയിക്കോളൂ അല്ലേ. 2 ബി വരുന്ന കേസ് അക്സെപ്റ്റ് ആവാൻ പാടില്ലല്ലോ. എൻഡ് വിത്ത് എ ബി ആണ്, അതായത് സിംഗിൾ ബി ആണ് എൻഡ് വിത്ത് അല്ലേ. അപ്പോൾ അത് മാത്രമേ വരാൻ പാടുള്ളൂ, എൻഡ് വിത്ത് എ ബി. ഓക്കെ, അപ്പോൾ Q2ൽ നിന്ന് ബിക്കും എക്കും ഉള്ള ട്രാൻസിഷൻസ് നമ്മൾ കൊടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സപ്പോസ് ബി എ ബി എന്ന് പറഞ്ഞൊരു സ്ട്രിങ് എടുത്തു നമ്മളിവിടെ അല്ലേ. ഇതാ ബി എ ബി എന്ന് പറഞ്ഞ ഈ സ്ട്രിങ് നമുക്കൊന്ന് ഇൻപുട്ടായി കൊടുക്കാം. ബി വന്നാൽ Q0ൽ ബി വന്നാൽ എവിടേക്ക് പോയി, Q0ൽ ബി വന്നാൽ Q0ൽ തന്നെ കണ്ടിന്യൂ ചെയ്തു അല്ലേ. ഇനി Q0ൽ അടുത്ത ലെറ്റർ ഏതാ, നമ്മുടെ സ്ട്രിങ്ങിൽ എ ആണ് Q0ലേക്ക് വരുന്നല്ലേ. എ വന്നാൽ എവിടേക്ക് പോകണമെന്നാ, Q1ലേക്ക് പോകണമെന്ന് അവിടെ ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട്. സോ Q1ലേക്ക് പോയി. ഇനി Q1 പിന്നെന്താ, ഈ സ്ട്രിങ് ലാസ്റ്റ് സ്ട്രിങ് സിമ്പിൾ, ഈ സ്ട്രിങ്ങിലെ ലാസ്റ്റ് സിമ്പിൾ ബി ആണ്. അപ്പോൾ Q1 ബി വന്നാൽ എവിടേക്ക് പോവും, Q2ലേക്ക് പോവും അല്ലേ. അപ്പോൾ എ ബിയിൽ എൻഡ് ചെയ്യുന്ന സ്ട്രിങ് ആണ് നമുക്ക് ഓൾറെഡി കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എന്താ, ഫൈനൽ സ്റ്റേറ്റിലേക്കാണ് എത്തുന്നത്. Q2 നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ ഈ സ്ട്രിങ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ഇനി സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി എ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണെന്ന് വിചാരിച്ചു. എ ബി എ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഇൻപുട്ടായിട്ട് ടൈപ്പിലേക്ക് വരികയാണ്, ഇൻപുട്ട് ടൈപ്പിലേക്ക്. അപ്പോൾ നമ്മൾ Q0ൽ എന്താ എ വന്നാൽ Q1ലേക്ക് പോയി അല്ലേ. Q1ലേക്ക് പോയി. Q1 നിന്ന് നമുക്ക് അടുത്ത സിമ്പിൾ ഏതാ, ബി ആണ് Q1ലേക്ക് എത്തുന്നത്. ബി Q1ലേക്ക് എത്തിയാൽ നമ്മൾ Q2ലേക്കാണ് പോകാൻ ട്രാൻസിഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി Q2ലെത്തിയ ശേഷം അടുത്ത നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഏതാ, എ ആണ് അല്ലേ. എ കൊടുത്താൽ നമുക്ക് എവിടേക്കാണ് പോകുന്നത്, എ കൊടുത്താൽ നമുക്ക് വീണ്ടും Q1ലേക്കാണ് പോകുന്നത്. അപ്പോൾ Q1ലേക്ക് പോയി. ബട്ട് Q1 നിന്ന് പിന്നെ നമ്മൾ എക്ക് പിന്നെ നമുക്ക് എവിടേക്ക് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ളതുണ്ടോ, ഇല്ല. Q1 എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് അല്ല. ആ സ്ട്രിങ് അവിടെ തീർന്നു അല്ലേ. ഏതാ, എയിൽ സ്ട്രിങ് തീർന്നു. ഇനി നെക്സ്റ്റ് സ്ട്രിങ് ഇല്ല. ഒരു ബി ഉണ്ടെങ്കിൽ Q2ലേക്ക് പോയാൽ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്ട്രിങ് അല്ല നമ്മുടെ ഇൻപുട്ടായി വന്ന്. സോ നമ്മളെന്താ, എ ബിയിൽ എൻഡ് ചെയ്യാത്ത സ്ട്രിങ് വന്നു, ഇത് റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു DFAൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് DFA ദാറ്റ് അക്സെപ്റ്റ്സ് ഓൾ സ്ട്രിങ്സ് ഓഫ് എ ആൻഡ് ബി വേർ സ്ട്രിങ് സ്റ്റാർട്ട് വിത്ത് എ ആൻഡ് എൻഡ് വിത്ത് ബി. അതായത് സ്ട്രിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ എ ആയിരിക്കണം, അതുപോലെ എൻഡിങ്ങിൽ ബി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, സ്റ്റാർട്ടിങ്ങിൽ എ ആയിരിക്കണം, എൻഡിങ്ങിൽ ബി ആയിരിക്കണം എന്നല്ലേ. എ ബി ബി ആക്സെപ്റ്റ് ചെയ്യാം അല്ലേ. അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ എ ആയിരിക്കണം, എൻഡിങ്ങിൽ ബി ആയിരിക്കണം എന്നല്ലേ. എ ബി ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ എന്തോ ഉള്ളിൽ എ ബി ഇത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ എ ആണ്, എൻഡിങ്ങിൽ ബി ആണ്. ഇങ്ങനത്തെ സ്ട്രിങ്സ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFA ആണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പോസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാർട്ടിങ് വിത്ത് എ ഉള്ളത് വരാം, അതുപോലെ സ്റ്റാർട്ടിങ് വിത്ത് എ ഇല്ലാത്തത് വരാം അല്ലേ. സ്റ്റാർട്ടിങ് വിത്ത് ബി ഉള്ളത് വന്നൂടെ. അപ്പോൾ അതേപോലെ എൻഡിങ് വിത്ത് ബി ആണല്ലോ പറഞ്ഞത്. എൻഡിങ് വിത്തൗട്ട് ബി, അതായത് എൻഡിങ് വിത്ത് എ വരാം അല്ലേ. ആ 4 പോസിബിലിറ്റീസാണ് അവിടെ വരുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് എ, അതുപോലെ എൻഡിങ് വിത്ത് ബി, അതുപോലെ സ്റ്റാർട്ടിങ് വിത്തൗട്ട് എ, ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി വെച്ചിട്ട്, അതുപോലെ എൻഡിങ് വിത്തൗട്ട് ബി, ദാറ്റ് മീൻസ് എൻഡിങ് വിത്ത് ബി അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സ്റ്റാർട്ടിങ് വിത്ത് എ ഓൺലി ഉള്ളതായിരുന്നു. അതിൽ നമ്മൾ എന്താണ് ഡെഡ് സ്റ്റേറ്റ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ പറഞ്ഞത്, സ്റ്റാർട്ടിങ് വിത്ത് Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിങ് വിത്ത് എ ആയിരിക്കണം, അത് ഞാൻ Q2ലേക്ക് കൊടുക്കുകയാണ്. Q2ൽ ദെൻ എൻഡിങ് വിത്ത് ബി ആയിരിക്കണം അല്ലേ. ഇതാണ് സ്റ്റേറ്റ് പറഞ്ഞത്. അപ്പോൾ Q0 ഇത് Q1 കൊടുക്കുകയാണ്, ഇത് Q2 ആക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ. കാരണം എന്താ, എ ബി ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞ 2 സിമ്പിൾസും എൻഡ് വിത്ത് എ. ഇനി നമുക്ക് ബാക്കി നോക്കാം, ഓരോ സ്റ്റേറ്റിലും മറ്റുള്ള ലെറ്റേഴ്സ് സിമ്പിൾസ് വന്നാൽ എന്താണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ Q0യിലേക്ക് വന്നാൽ എ വന്നാൽ Q1ലേക്ക് ട്രാൻസിഷൻ കൊടുത്തല്ലോ. അപ്പോൾ Q0യിൽ ബി വന്നാൽ എന്ത് ചെയ്യും? ബി വന്നാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? ആ സ്ട്രിങ് റിജക്റ്റ് ചെയ്യണം അവിടെ നിന്ന് തന്നെ Q0 തന്നെ. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഒരു ഡെഡ് സ്റ്റേറ്റ് കൊടുക്കാം അല്ലേ? ബി വന്നാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കതിന് Q3 എന്നുള്ള കൊടുക്കാം. ബി വന്നാൽ റിജക്റ്റ് ചെയ്യണം. ഇത് നമ്മൾ ഡെഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി Q2ൽ ഇനി അതുപോലെ Q1ൽ എന്ത് വരാം? Q1ൽ എ വരാം അല്ലേ? Q1ൽ എ വന്നാലോ? Q1ൽ അക്സെപ്റ്റ് ചെയ്യാം, ബിക്കോസ് സ്റ്റാർട്ട് വിത്ത് എ അതുപോലെ എൻഡ് വിത്ത് ബി അല്ലേ? Q1ൽ ഒരു എ വന്നു കഴിഞ്ഞാൽ സ്ട്രിങ് ഇവിടെ എത്തുവാണെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് എയും എൻഡിങ് വിത്ത് ബി ആയിരിക്കാം. ഓക്കെ, Q1ലേക്കാണ് ഇൻപുട്ട് വരുന്നതെങ്കിൽ. ദെൻ ഇനി Q2ലാണെങ്കിലോ? Q2ൽ ബി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം, ബിക്കോസ് എൻഡ് വിത്ത് ബി ആയതുകൊണ്ട് Q2ൽ ബി വന്നാൽ അവിടെ ഫൈനൽ സ്റ്റേറ്റിൽ തന്നെ നിൽക്കാം. ബട്ട് Q2ൽ എ വന്നു കഴിഞ്ഞാലോ? Q2ൽ എ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട്സ് വിത്ത് എ ഇവിടെയും കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് എ വന്നാൽ ഇവിടെ എന്ത് ചെയ്യാം? Q2ലേക്ക് എന്ത് ചെയ്യും? പിന്നെ നമുക്കൊരു സ്ട്രിങ് നോക്കാം. എ ബി എന്ന് പറഞ്ഞ സ്ട്രിങ് സ്റ്റാർട്ടിങ് വിത്ത് എയും എൻഡിങ് വിത്ത് ബി ആണല്ലോ. അപ്പോൾ ഈ ഒരു സ്ട്രിങ് ആണ് എ ബി. അപ്പോൾ Q0ലേക്ക് എ വന്നാൽ Q1ലേക്ക് പോയി അല്ലേ? ഇനി Q1ലേക്ക് എ വന്നാലോ? Q1ൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? സെൽഫ് ലൂപ്പ് ആവണം അവിടെ. ഇനി Q1ലേക്ക് ബി വന്നാലോ? Q1ലേക്ക് ബി വന്നാൽ Q2ലേക്ക് പോയി. സോ ഈ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യും അല്ലേ? ഇനി നമുക്ക് അതല്ലാത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ? സ്റ്റാർട്ടിങ് വിത്ത് എ ആണ്, ബട്ട് എൻഡിങ് വിത്ത് എ ബി എ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് നോക്കുകയാണേ. എ ബി എ Q0യിൽ എ വന്നാൽ Q1ലേക്ക് പോയി. Q1ൽ നിന്ന് ബി വന്നാൽ Q2, അതായത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയി. ബട്ട് Q2 എന്ന് എന്ത് ചെയ്തു? ഒരു എ കൂടി വന്നു അല്ലേ? എ വന്നപ്പോൾ എവിടേക്കാണ് പോയത്? Q1ലേക്ക് തിരിച്ചു പോയി. അപ്പോൾ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അവിടെ സ്റ്റക്കായി നിൽക്കും. ഈ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല, ബിക്കോസ് ഇത് എൻഡ് വിത്ത് ബി അല്ല. സ്റ്റാർട്ടിങ് വിത്ത് എ ആണ്, ബട്ട് എൻഡിങ് വിത്ത് ബി അല്ല. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ എന്താ? ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ Q3 ഡെഡ് സ്റ്റേറ്റിലേക്കാണ് പോവുക. ഡെഡ് സ്റ്റേറ്റിലും നമുക്ക് വേണമെങ്കിൽ ഇനി എ വന്നാൽ ഇവിടെ ഡെഡ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതും കൂടി ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കുക. ഡെഡ് സ്റ്റേറ്റിലേക്ക് അഥവാ എ വരുവാണെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ആ സ്ട്രിങ് റിജക്റ്റ് ചെയ്യും. എന്നാലും Q3ലേക്ക് ഒരു സെൽഫ് ലൂപ്പ് കൊടുക്കുക. അതാണ് കറക്റ്റ് മെത്തേഡ് അത് വരയ്ക്കേണ്ടത്. അതായത് ഡെഡ് സ്റ്റേറ്റിലുള്ളതും കൂടി കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഡെഡ് സ്റ്റേറ്റ് ആയ Q3ലേക്ക് എ വന്നാലും Q3യിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് ഓൾറെഡി റിജക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 DFAയുടെ എക്സാമ്പിൾ പറഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് കൂടുതൽ സ്ട്രിങ്സ് വെച്ച് ചെയ്ത് നോക്കിയാൽ മിനിമലായിട്ടുള്ള DFA വരച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.